ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും ഈ സമയത്ത് ആദരവോടെ അറിയിക്കുന്നു. നമ്മെ സ്നേഹിച്ച നിത്യനായ പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ഈ പ്രത്യേക സന്ധ്യ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പതിവ് പോലെ തിരുവചന പഠനത്തിനായി അടുത്തു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവത്തിന്റെ മഹാ സ്നേഹത്തിനും കരുണയ്ക്കുമൊക്കെയായി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ കൊച്ചു സോഫിക്ക് ഒരു ജോലി ലഭിച്ച കാര്യവും ഇന്നലെ മീറ്റിങ്ങിന് ശേഷം നമ്മെ അറിയിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. പ്രിയ മോൾക്ക് ദൈവമനുഗ്രഹീതമായ ഭാവിയുടെ ക്രമീകരണങ്ങൾ ഒരുക്കുമാറാകട്ടെ. നാട്ടിൽ തിരുവനന്തപുരത്താണ് ജോലി ലഭിച്ചിരിക്കുന്നത്. കർത്താവിന്റെ മഹാകരുണയാൽ നമുക്ക് ഒരുമിച്ച് തിരുവചന പഠനത്തിന് അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവുമാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിന്റെ ഒത്തിരി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയില്ല. വെളിപ്പാട് പുസ്തകത്തെ കേന്ദ്രീകരിച്ച് അതിൽ വരുന്ന ദാനിയേൽ പ്രവചനത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വരെ നമ്മൾ പഠിച്ചു. 5-നും 6-നും ഇടയിൽ ദൈവസഭയുടെ ഉൽപ്രാപണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതേപ്പറ്റിയുള്ള 3 അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ 3 സിദ്ധാന്തങ്ങൾ, തിയറികൾ, തത്വങ്ങൾ, അനുമാനങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു വരുന്നുവല്ലോ. ദൈവസഭയ്ക്ക് മഹാപീഡനകാലമുണ്ടോ? ദൈവസഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ എന്നത് നമ്മുടെ പഠന വിഷയമായിരുന്നു. ഏതാണ്ട് അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കാണ് നാം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഉദ്ദേശിച്ചതിലും ഒരല്പം നീണ്ടുപോയോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിലും സംശയ നിവാരണം വന്നുവെങ്കിൽ സന്തോഷം. കാരണം ഏറെ ആശയക്കുഴപ്പങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട്. വളരെ വർഷങ്ങളായി സഭയ്ക്ക് മഹാപീഡനകാലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന പ്രസംഗകർ കേരള പെന്തക്കോസ്തിൽ ഉണ്ട്. പക്ഷേ അതിൽ പ്രത്യേകിച്ചൊരു വ്യക്തി, അദ്ദേഹത്തെ അധികം ആരും ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നതൊരു സത്യമാണ്. ഞാൻ ഈ വേദിയിൽ അവരുടെ ആരുടെയും പേരുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറയാം. എന്നാൽ അന്ന് മറ്റാരും അങ്ങനെ കാര്യമായിട്ട് ആ ഉപദേശം പഠിപ്പിക്കാറില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ആ ഉപദേശത്തിന് കൂടുതൽ എന്താണ് പറയുന്നത്, നോട്ട് ഹി. അദ്ദേഹം പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അല്ല, വളരെ വർഷങ്ങളായിട്ട് കേരള പെന്തക്കോസ്ത് വേദികൾ കൈയടക്കിയിരുന്ന ഒരു സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ്
അല്ല അദ്ദേഹം അല്ല ഒരു അല്ല ഡോക്ടറാണോ? അല്ല അല്ല ഓക്കെ. ഇനിയും ഇന്നയാളാണോ ചോദിച്ചാലും ആണെന്നും അല്ലെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ആളങ്ങ് തെളിയും, അത് വേണ്ട. വളരെ ചുരുക്കം പേർ മാത്രമേ അദ്ദേഹം ഈ ഉപദേശം പറയുന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ ഒരു പഠനം സോഷ്യൽ മീഡിയ കൈയടക്കിയതും അത് നിമിത്തം ചില ആശയങ്ങൾ, ചില ഈ വിരുദ്ധാശയങ്ങൾ, ആശയങ്ങൾക്ക് വിരുദ്ധത ഉണ്ടാകാം, പക്ഷെ അത് വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്കും ഒക്കെ പോയി. ചില പാസ്റ്റേഴ്സിനെ ചില സംഘടനകൾ അത് നിമിത്തം ടെർമിനേറ്റ് ചെയ്യുക വരെ ചെയ്തു. അതുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. ഈ ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത്രയ്ക്ക് ഗൗരവമായി സോഷ്യൽ മീഡിയയിൽ ഇത് അങ്ങനെ അങ്ങ് പരന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ അവരെ ആരെയും ഖണ്ഡിക്കാനോ അവരുടെ ആശയങ്ങളെ എടുത്ത് മറ്റെന്തെങ്കിലും വിമർശിക്കാനോ ഒന്നുമല്ല ഈ പഠനം നടത്തിയത്, അല്ലെ നടത്തുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ ഈ വിഷയം വന്നതുകൊണ്ട് നമ്മൾ ആ കാര്യം ഒരുമിച്ച് ചിന്തിക്കുന്നു, പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മറ്റ് തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്നവർ ഞാൻ ഒരുപക്ഷെ കേട്ടു എന്ന് വന്നേക്കാം. നിങ്ങളെ ആരെയും വ്യക്തിപരമായി വിരോധിക്കാനോ വിദ്വേഷിക്കാനോ വിമർശിക്കാനോ അല്ല ഈ പഠനം. പകരം നിങ്ങളൊക്കെ തന്നെ പറഞ്ഞ, അതായത് മഹോപദ്രവത്തിലൂടെ സഭ കടന്നു പോകും എന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും പേരുകൾ പരാമർശിക്കാതെ ആശയങ്ങളെ എടുത്ത് പഠിപ്പാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ വേറെ ചിലർ മിഡ് ട്രിബുലേഷൻ വാദികളാണ്. മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ യേശു വരികയും സഭയെ ചേർക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ. ആ ആശയത്തെയും ഞങ്ങൾ പഠന വിഷയമാക്കുന്നുണ്ട്. പക്ഷേ ആ ആശയം പറയുന്നവരെ ദ്വേഷിക്കുന്നില്ല. സഹോദരങ്ങളായി തന്നെ നിങ്ങളെയും കാണുന്നു. വേറെ ചിലരുണ്ട് ഈ മൂന്നാശയങ്ങളും സമ്മതിക്കാത്തവർ. അകത്തവർക്ക് എന്തെങ്കിലും ഒരു ആശയം കാണും, പക്ഷെ പരസ്യമായിട്ട് ഇതിലേതാണ് അവർ വിശ്വസിക്കുന്നതെന്ന് പറയാത്തവരുണ്ട്. അത് പക്ഷെ ഒരു രീതിയിലെ വഞ്ചന പോലെയാണ് തോന്നുന്നത്. ഞാൻ എന്ത് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നുവെന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ ആ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ ആശയം വിടും. അടുത്തത് എനിക്ക് ഏതാണ് ബോധ്യം ആകുന്നത് എന്ന് വെച്ചാൽ ഞാനത് സ്വീകരിക്കും. എന്നാൽ ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ദൈവസഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ല. മഹാപീഡനത്തിന് മുമ്പ്, എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പ് യേശുക്രിസ്തു സഭയെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ വരും. സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വരികയും ഭൂമിയിൽ നിന്ന് സഭയെ തൻ്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളുകയും ചെയ്യും. അതിനുശേഷം ഇവിടെ ഭൂമിയിൽ 7 വർഷത്തെ പീഡനകാലം ഉണ്ടാവും. അതിനെ മൂന്നര വർഷമായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒടുവിലത്തെ 3.5 വർഷമായിരിക്കും കഠിനമായ പീഡ. അതിന് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്. സാത്താൻ ഈ ഭൂമിയിൽ മാത്രമായി ആ ഒടുവിലത്തെ 3.5 വർഷം പരിമിതപ്പെടും. അപ്പോൾ അവൻ എതിർക്രിസ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബൈബിൾ വിളിക്കുന്ന ആ വ്യക്തിയിലേക്ക് ആവസിക്കപ്പെടും. അവൻ
അവന്റെ വലിയ സിംഹാസനവും ശക്തിയും അധികാരവും ഒക്കെ ആ വ്യക്തിക്ക് കൈമാറി സാക്ഷാൽ സാത്താന്റെ കുടിയിരിപ്പുള്ള ഒരു വ്യക്തിയായി അവൻ മാറി സാത്താന്യമായ ഭരണരീതികളിലേക്ക് തിരിയും. ഇതാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബോധ്യപ്പെടിയിൽ അടുത്ത ദിവസങ്ങളിൽ എനിക്കുണ്ടായാൽ എന്തുകൊണ്ടാണ് എൻ്റെ ആശയം മാറിയതെന്ന് ഞാൻ പറയാം. എന്നാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ വിശ്വാസം. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അക്കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചതായിരുന്നു കാഹളങ്ങളുടെ വിഷയം. പോസ്റ്റ് ട്രിബുലേഷൻകാരും മിഡ് ട്രിബുലേഷൻകാരും എടുക്കുന്ന ഒരു ഭാഗമാണ് ഈ 11-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം. അതിൽ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത് പ്രത്യേകിച്ചുള്ള 3 ഭാഗങ്ങളാണ്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 15-ാം അധ്യായം 52 മുതൽ ഉള്ള വാക്യങ്ങളും, തെസലോനിക്കർക്കുള്ള 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലാണ് ഉള്ളതെങ്കിലും പ്രത്യേകിച്ച് 16-ാം വാക്യവും, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഈ 3 ഭാഗങ്ങളെ നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ചെയ്തത്. അല്പസമയം നമ്മൾ നടത്തിയ ആ താരതമ്യ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം ഓർമ്മ കാണുമല്ലോ. ആ 3 ഭാഗങ്ങൾ ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം 52 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ? 1 Corinthians chapter 15 verses 52 to 54. നാം ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമുക്കേറെ പരിചയമുള്ള ഒരു വാക്യമായിരുന്നു. പ്രത്യേകിച്ച് കൊരിന്ത്യർക്കുള്ള ഈ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലെയും തെസലോനിക്കർക്കുള്ള 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെയും വാക്യങ്ങൾ നമ്മുടെയൊക്കെ ശവമടക്ക ശുശ്രൂഷകളിൽ ഉദ്ധരിക്കപ്പെടുകയും വായിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതിനോടനുബന്ധമായ പാട്ടുകളും സാധാരണ പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ പഴയ ദൈവമക്കൾക്കൊക്കെ അറിയാം, പണ്ട് വിശ്വാസത്തിൽ വന്നവർക്കൊക്കെ ഏതൊരു പ്രസംഗവും, ലോക്കൽ സഭകളിൽ തന്നെയുള്ള ഏതൊരു പ്രസംഗവും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അവസാനിപ്പിക്കാറ്. കൺവെൻഷനുകളാണെങ്കിൽ പിന്നെ ചോദിക്കുകയേ വേണ്ട. അതിനൊരു സീക്വൻസ്, അതിനൊരു ക്രമമുണ്ടായിരുന്നു. കൺവെൻഷനുകളിലൊക്കെ ആണെങ്കിൽ ഒരു ക്രമമുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം മാനസാന്തരത്തിൽ തുടങ്ങും. ഏറ്റവും ഒടുവിൽ ക്രിസ്തുവിന്റെ വരവും ന്യായവിധിയും കൊണ്ടാണ് കൺവെൻഷൻ അവസാനിക്കുക. അതിന് ഓരോ വിഷയത്തിലും ദൈവകൃപയും പ്രാവീണ്യവുമുള്ള പ്രസംഗകരെയായിരുന്നു അക്കാലത്ത്
പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നത്. സുവിശേഷം പറയാനായിട്ട് വൈദഗ്ധ്യം ലഭിച്ച, കൃപ ലഭിച്ച ദൈവദാസന്മാരെ ആയിരുന്നു പേരും സ്ഥാനവും ഒന്നും നോക്കാതെ ആദ്യ ദിവസങ്ങളിലെ കൺവെൻഷനുകൾക്ക് വിളിക്കുക. ഈ കർത്താവിന്റെ വരവും അനുബന്ധ സംഭവങ്ങളും പറയാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, പ്രസംഗിക്കാൻ വരം ലഭിച്ചവരെയാണ് അവസാന ദിവസങ്ങളിൽ വിളിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ പ്രസംഗ രീതികൾ. ഇന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല. ശബ്ദം ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനും കഴിയുന്നവരൊക്കെ ഇന്ന് കൺവെൻഷൻ പ്രസംഗം എന്ന ഒരു രീതി ഇന്നില്ല എന്നുള്ളതാണ് സത്യം. കൺവെൻഷൻ എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥനയുടെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞ്, കഥയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിച്ച് പോവുകയാണ് പതിവ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഗങ്ങൾ കൊരിന്ത്യ ലേഖനത്തിലെയും തെസലോനിക്ക ലേഖനത്തിലെയും ഭാഗങ്ങൾ നമുക്ക് ഈ ശവമടക്കം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരിചിതമാണ്. അപ്പോൾ അവിടുത്തെ ഒരു താരതമ്യം നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. 1 കൊരിന്ത്യർ 15:52 1 തെസലോനിക്കർ 4:16 വെളിപ്പാട് 11:15 ഒരേപോലെ തന്നെ നമ്മൾ കാഹളനാദം കേൾക്കുന്നു. In all these 3 verses we have the trumpet sound. Okay. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനത്തിലും തെസലോനിക്ക ലേഖനത്തിലും മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പുണ്ട്. പക്ഷെ അത് 7ാം കാഹളം ഊതുന്ന വെളിപ്പാട് 11:15 ഇല്ല. രണ്ടാമത്തെ സംഭവം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരമാണ്. അതും കൊരിന്ത്യ ലേഖനത്തിലും തെസലോനിക്ക ലേഖനത്തിലും സംഭവിക്കുന്നുണ്ട്. വെളിപ്പാട് 11:15 സംഭവിക്കുന്നില്ല. 3 അവിടെ നടക്കുന്ന സംഭവം, death is overcome by victory. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ മരണത്തെ വിജയിച്ച് അക്ഷയത വെളിപ്പെടുന്നു. അതും എവിടെയുണ്ട്? 1 കൊരിന്ത്യർ 15:54 1 തെസലോനിക്കർ 4:14 ഉണ്ട്. ഓക്കെ, 1 കൊരിന്ത്യർ 15:54 ആ വാക്യം ഒന്ന് വായിച്ചോളൂ. 15:54 ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. സ്തോത്രം. അത് തന്നെയാണ് ആ സംഭവം നമുക്ക് 1 തെസലോനിക്കർ 4:14 കാണുവാൻ സാധിക്കും. എന്നാൽ ഈ സംഭവങ്ങളൊന്നും എവിടെയില്ല? വെളിപ്പാടിലില്ല. വെളിപ്പാട് 11:15 ഇല്ല. 7ാം കാഹളം ഊതുന്ന സമയത്ത് ഇതൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, സ്തോത്രം. അതായത് വെളിപ്പാട് പുസ്തകം 8ാം അധ്യായത്തിന്റെ 6 മുതൽ 11ാം അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ആ ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നത്.
Okay, Revelation chapter 8, verses 6 to 11, 15. We have the series of 7 trumpets. 7 കാഹളങ്ങളുടെ ഒരു ശ്രേണി നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് 8:6 മുതൽ 11:15 വരെയാണ്. ഇവിടങ്ങളിൽ എങ്ങും തന്നെ ഈ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. വിശേഷിച്ച് അന്തിമ കാഹളം എന്ന് മറ്റ് വാദഗതിക്കാർ പറയുന്ന 11:15. മറ്റൊരു സംഭവം, അടുത്തൊരു സംഭവം, ജീസസ് ഡിസെൻഡിങ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വരുന്നു. അത് നമുക്ക് 4:16 തെസലോനിക്ക ലേഖനത്തിൽ കാണുവാൻ കഴിയുക. 1 തെസലോനി 4:16 യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ കാഹളനാദത്തിന്റെ സമയത്ത്. എന്നാൽ മറ്റു 2 ഇടങ്ങളിലും 1 കൊരിന്ത്യർ 15 വെളിപ്പാടിലാകട്ടെ ഈ കാഹളനാദത്തിന്റെ സമയത്ത് യേശു ഇറങ്ങി വരുന്നതായി പറയുന്നില്ല. അടുത്തത് 1 തെസലോനിക്കർ 4:16 കാഹളം അത് ദൈവത്തിന്റെ കാഹളമാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണത്, ഒന്നും ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ കാഹളമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേതോ ഏഞ്ചൽസ്, ദൂതന്മാരുടേതാ. അത് ഊതുന്നത് ദൂതന്മാരാ. ഇത് വെച്ച് ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ കൺവെൻഷൻ പ്രസംഗകരിൽ ചിലരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് തെറ്റാണെന്ന് ഈ സമയത്ത് ഞാനത് പറയുന്നുള്ളൂ. കൺവെൻഷൻ പ്രസംഗങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൂതന്മാർ കാഹളമെടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുക. ബസ് 1, 2, 3 സ്റ്റാർട്ട് എന്ന് ദൈവം പറയാൻ വേണ്ടി അത്രയ്ക്കും കാഹളം ഊതാൻ ദൂതന്മാർ ചുണ്ടോട് കാഹളം അടുപ്പിച്ച് വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒക്കെ പറയുമ്പം കേൾക്കുന്നവർക്ക് ഒരു ആവേശമൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് ദൂതന്മാരുടെ കാഹളമല്ല, ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം. അപ്പൊ ചിലപ്പോ ചോദിക്കും, ദൈവം കാഹളം ഊതാൻ നിൽക്കുകയാണോ? സ്തോത്രം. ദൂതന്മാര് കാഹളം ഊതുന്നത് നമുക്ക് പിന്നെയും ഗ്രഹിക്കാം. ഈ ദൈവം തമ്പുരാൻ ഈ കാഹളം പിടിച്ചുകൊണ്ട് ഊതുന്നതൊക്കെ ഇതിനിടയ്ക്ക് പറയുകയാണ്, ഈ അടുത്ത കാലത്ത് ഈ കാഹളമൂത്തിന്റെ ഒരു ആത്മാവും കൂടെ വ്യാപരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പല സഭകളിൽ. ഈ കഴിഞ്ഞ ദിവസവും 1-2 ആഴ്ചയാന്ന് തോന്നുന്നു, 1-2 ആഴ്ചക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ കേരളത്തിൽ തന്നെ കാഹളവും പിടിച്ചുകൊണ്ട് കാഹളം 7 പ്രാവശ്യം ഊതിയതും അടൂര് വെച്ച് 7 കൺവെൻഷനാ കേട്ടോ, കൺവെൻഷനാ, ക്രൂസേഡാ. 7 പ്രാവശ്യം കാഹളം ഊതി. അതിൽ ആദ്യത്തെ 6 പ്രാവശ്യവും മിണ്ടാതെ നിന്നോണമെന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യം കാഹളം ഊതി, അത് ഇച്ചിരി നീട്ടി ഊതി. അപ്പൊ പറഞ്ഞു, എല്ലാവരും ആർപ്പിട്ടോണം, ഇപ്പം യെരിഹോ വീഴുമെന്ന്. അയ്യോ, ഇങ്ങനെയൊന്നും ഉള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ ഇങ്ങനെങ്ങാനും ഉള്ള വല്ല കൂട്ടായ്മയിലെങ്ങാനും ചെന്ന് പെട്ടാൽ പോലും ഈ പറയുന്നതനുസരിച്ച് നമ്മൾ തുള്ളാൻ നിൽക്കില്ല കേട്ടോ.
ഇനിയും നമുക്കൊരു എരിഹോ ഉണ്ടെന്നിരുന്നോട്ടെ, അത് വീഴുന്നത് നമ്മൾ ഊതുന്ന കാഹളം കൊണ്ടല്ല. സ്തോത്രം. ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രത്യേക വൈകാരിക ഭാവം ഉണ്ടാകും. എൻ്റെ അറിവനുസരിച്ച് ഇതിൻ്റെയും തലസ്ഥാനം ബാംഗ്ലൂരാണ്. ഈ കാഹളമൂത്തിന്റെയും തലസ്ഥാനം ബാംഗ്ലൂരാ എൻ്റെ അറിവിൽ. ശരിയാ ബാംഗ്ലൂരാ. ഞാൻ പോയതായിരുന്നു. നമ്മുടെ രാധാകൃഷ്ണങ്ങൾ പോയിട്ട് വല്ല ഫയറും കിട്ടിയ അവിടുന്ന്? അത് വെറും വക്വാദ. കാര്യം ഫയർ ആൾക്കാർ വീഴുന്നു, അത് അവരുടെ തന്നെ ആൾക്കാരാ. ഞാനും മനസ്സിലാക്കിയത് അതാ. അവരുടെ തന്നെ ആൾക്കാരെ ഫയർ എന്ന് പറയുമ്പോ അവരുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരായി വീഴുന്നത്, അല്ലാണ്ട് വേറെ ആരും വീഴത്തില്ല. ഉണ്ടോ? പാവം നമ്മുടെ രാധാകൃഷ്ണങ്ങൾ അവിടെ പോയി. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോയത് ആത്മാർത്ഥതയിൽ നിന്നാ കേട്ടോ. ആത്മാർത്ഥതയിൽ നിന്ന് അദ്ദേഹം പോയത്. അത് ദൈവീകമാണ് എങ്കിൽ എനിക്കും അത് പ്രാപിക്കണം, അതിൽ എനിക്കും പങ്കാളിയാകണമെന്നുള്ള ആത്മാർത്ഥ മനസ്സോടെ പോയതാ. വിമർശന ബുദ്ധിയോടൊന്നും പോയതല്ല. അദ്ദേഹം അവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു. അവരൊക്കെ തലേ തൊട്ടും ദേഹത്ത് തൊട്ടും വയറ്റത്ത് തൊട്ടും ഒക്കെ പ്രാർത്ഥിച്ചു. രാധാകൃഷ്ണനെങ്കിൽ ഇടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. വേറെ ചിലക്ക് കണ്ടോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് വയറ്റത് ഒറ്റ അടിയാ. എല്ലാം അവരുടെ ആൾക്കാരാ. പക്ഷേ ഇത് ഈ പൊത്തുന്ന അതല്ല അവരുടെ ആൾക്കാർ. ഈ വീഴുന്നതെല്ലാം തുള്ളുന്നതെല്ലാം അവരുടെ ആൾക്കാരാണ്. നമുക്ക് എന്തൊക്കെ വന്നു അത് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഊതുന്നവരുണ്ട്, ഊതി വീഴുന്നവരുണ്ട്. പക്ഷെ എന്നെ ഒന്ന് ഊതിയിട്ട് ഞാൻ വീണില്ല, ഒന്നും ഞാൻ വീണില്ല. കാര്യത്തിൽ അവര് ഒക്കെ ഞാൻ വിടുവത്. ഈ അവരുടെ വീഴുന്ന ആൾക്കാരുണ്ട്, അവരെ വീഴുന്നത് അത് കണ്ടവർക്കൊരു ഇത്. വചനം പറയുന്നില്ല, വെറും പാട്ട്. ഇതാണ് സംഭവങ്ങൾ. ഞാൻ 3 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പം പറഞ്ഞു വന്നത്, ഇതിന്റെ ഈ കാഹളമൂത്തും ഒക്കെ ഇന്ന് നമ്മുടെ പല സഭകളിലും ഉണ്ട്. കാഹളമൂതുന്ന സംഘടനകൾ തന്നെ ഉണ്ടെന്ന് എൻ്റെ അറിവ്. ഇനി കാഹളത്തിനൊക്കെ ഇന്ന് നല്ല കച്ചവടമായിരിക്കും ചിലപ്പോൾ. യെരുശലേമിലും ഒക്കെ പോകുന്നവര് ഇതും കൊണ്ടൊക്കെ വരികയും വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബിസിനസ്സാ. പറഞ്ഞു വരുന്നതിന്റെ സാരം, പുതിയ നിയമസഭയ്ക്കുള്ള വിടുതൽ ഊത്തിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വാദ്യോപകരണങ്ങളുടെ ഉപയോഗത്തിലും ഉണ്ടാക്കുന്ന ശബ്ദത്തിലും ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. ഈ കാഹളമൂതുക മാത്രം ഇവരെന്താ ചെയ്യുന്നത്? ഈ കാഹളമൂതി യെരിഹോ മുതൽ വീഴുന്നതിന് മുമ്പ് മോശ വടിയും കയ്യും ഒക്കെ നീട്ടി ചെങ്കടൽ വിഭാഗിച്ചല്ലോ. ഇവരും കൂടെ ഒന്ന് ചെയ്യട്ടെ. യെരിഹോ മതിൽ വീഴുന്നതിന് മുമ്പ്, യെരിഹോ മതിലിന് ചുറ്റും നടക്കുന്നതിനും കാഹളം ഊതുന്നതിനും ഒക്കെ മുമ്പ് പെട്ടകം ചുമലിലേന്തിയ പുരോഹിതന്മാർ കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് ഭയപ്പാടുകൂടാതെ ഇറങ്ങിയല്ലോ. അവരുടെ കാൽപാദങ്ങൾ യോർദാനിലെ വെള്ളത്തിൽ തൊട്ടപ്പോൾ യോർദാനിലെ വെള്ളം, അതിന്റെ ഒഴുക്ക് നിലച്ചില്ലേ? എന്തേ? ഊതാൻ മാത്രം നിൽക്കുന്ന ഇവർ നദിയിലേക്കൊന്ന് ഇറങ്ങട്ടെ, ഇവരുടെ കാൽപാദങ്ങൾ വെക്കുമ്പോൾ നദി പിളരട്ടെ. അപ്പം ഒക്കുന്നതൊക്കെ നടത്തി ജനത്തെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. കാനവച്ചൻ പണ്ട് പറഞ്ഞതുപോലെ, അച്ഛൻ കുപ്പായമൊക്കെ ഊരി പെന്തക്കോസ്തിലേക്ക് വന്നപ്പോൾ
പാവം അദ്ദേഹത്തിന്റെ മാതാവ്, ഭക്തയായിരുന്ന സ്ത്രീ പറഞ്ഞു, മോനെ മോനെന്ന് വിളിച്ചു കാണത്തില്ല, അച്ഛാന്നാ വിളിക്കുന്ന മക്കളെ. അച്ഛ, തിരുമേനിമാര് അവര് ശപിച്ചാൽ അത് നമുക്ക് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ട് അച്ഛൻ അവരെ പിണക്കി ഇങ്ങനെ പോകരുത്. അപ്പൊ കാനോച്ചൻ പറഞ്ഞ അമ്മയോട്, അമ്മേ, അവര് ശപിച്ചാൽ നമുക്ക് ഏക്കത്തില്ല. അമ്മയ്ക്ക് സംശയം, അതെന്താ? പറഞ്ഞു, എന്നും അനുഗ്രഹിക്കില്ലേ അവര് നിന്ന്? അനുഗ്രഹിച്ചിട്ട് വല്ല അനുഗ്രഹവും കിട്ടിയോ? എല്ലാ സൺഡേയിലും അനുഗ്രഹിക്കത്തില്ലേ? വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ ശാപവും ഏക്കത്തില്ല. അതുകൊണ്ട് അതിനെ ഭയപ്പെടുകയേ വേണ്ട. ഇവരൊക്കെ ഈ നിലയിൽ ഭയപ്പെടുത്തിക്കളയും. അരുത്, വേണ്ട. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ കാഹളത്തിന്റെയൊക്കെ പേരിൽ ഇന്ന് ഭയങ്കര ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. സ്തോത്രം. വേറെ പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളേതായാലും ഇപ്പം ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. ഈ കാഹളത്തോടനുബന്ധിച്ച് ഞാൻ അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും 7 കാഹളങ്ങൾ ഊതുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 15 8 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളിൽ. പറഞ്ഞു വന്നത്, പ്രസംഗിക്കുമ്പോൾ ദൂതന്മാർ കാഹളം ചുണ്ടോടടുപ്പിച്ചു വെച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന ഊതിക്കോ എന്ന് പറയാൻ കാത്തിരിക്കുകയാ. അതെപ്പോൾ പറയുമെന്നറിയില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ചുണ്ടോട് അടുപ്പിച്ച് പിടിച്ചിരിക്കുന്നെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ആവേശവും വൈകാരികമായ ഒരു ഉത്തേജനവും ഒക്കെ തോന്നുക സ്വാഭാവികമാണ്. ഞാനും അത് പറഞ്ഞിട്ടുണ്ട്, കേട്ടു പറഞ്ഞതാ, തെറ്റിപ്പോയി എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നമ്മൾ ദൂതകാഹളത്തിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്, ദൈവത്തിന്റെ കാഹളത്തിന് വേണ്ടിയാണ്. അതുപോലെ മത്തായി 24 നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, കർത്താവ് അല്ലെങ്കിൽ മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും, അതായത് മഹാശക്തിയോടും മഹാ തേജസ്സോടും കൂടെ ഇറങ്ങി വരും. അപ്പോൾ അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവിടെയും ദൂതന്മാരാണ് പലയിടത്ത് ചെന്ന് കാഹളമൂതി യഹൂദനെ, ഇസ്രായേലിനെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടുന്നത്. അതും ഇവിടെ നിന്നും വ്യത്യസ്തമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കാഹളവും ദൂതന്മാർ ഊതുന്ന കാഹളവും വ്യത്യസ്തമാണ് എന്നുള്ളതും നാം ഇവിടെ കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കൊരിന്ത് ലേഖനത്തിലും തെസലോനിക്ക ലേഖനത്തിലും ഇല്ലാത്ത ഒരു കാര്യമാണ് വെളിപ്പാട് 11 നമ്മൾ കാണുന്നത്. കിങ്ഡംസ് ഓഫ് ദ വേൾഡ് ടേക്കൻ ഓവർ ബൈ ക്രൈസ്റ്റ്. ആ കാഹളത്തോടുകൂടെ, 7ാമത്തെ കാഹളം ഊതുന്നതോടുകൂടെ അവിടെ വിളിച്ചു പറയുന്നു 15ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 11:15 എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. സ്തോത്രം. രാജ്യത്വം, ലോകരാജ്യത്വം നമ്മുടെ ദൈവത്തിനും അവന്റെ ക്രിസ്തുവിനും ആയി. അതായത് ലോകത്തിന്റെ ഭരണം ഇന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷന്റെ റിസൾട്ടുകൾ വന്നു. എല്ലാ പാർട്ടികൾക്കും ആവലാതിയാണ്. അടുത്ത ദിവസങ്ങളിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള
ഭരണമേറ്റെടുക്കാനുള്ള വലിയ തത്രപ്പാടിലാണ് രണ്ട് മുന്നണികൾ. ഇവിടെ പറയുന്നു, ലോകത്തിന്റെ ഭരണം മനുഷ്യന്റെ കൈകളിൽ നിന്ന് ആരുടെ കൈകളിലേക്ക് എത്തുന്നു? ദൈവത്തിന്റെ കൈകളിലേക്ക്, ക്രിസ്തുവിന്റെ കൈകളിലേക്ക് എത്തുന്നു. സ്തോത്രം. അത് നാം വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിലും അതിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. 19:6 റെവലേഷൻ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. സ്തോത്രം. എപ്പോഴാണത്? 18-ാം അധ്യായം വരെയുള്ള ന്യായവിധികളുടെ പരമ്പരകൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് കർത്താവ് തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. 19:11 മുതൽ നാം അതാ കാണുന്നത്. അനന്തരം അപ്പോൾ യേശുക്രിസ്തു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു മനുഷ്യന്റെ കൈകളിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെ ദ ലാസ്റ്റ് ഹ്യൂമൻ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും അവസാനത്തെ മാനുഷിക ഭരണകൂടം എന്ന് എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടത്തെ ഞാൻ സംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണശേഷം ലോകഭരണം ഒരു മനുഷ്യന്റെയും കൈകളിൽ എത്തുന്നില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുമെന്ന ദാനിയേൽ 2:34-35, 44-45. Daniel chapter 2 verses 34 and 35 as well as 44 and 45. അതിൽ 44-45 ഒന്നും കൂടെ വായിച്ചോളൂ. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഒരു മിനിറ്റ് സുജയ്. 33-34 വാക്യങ്ങളിൽ രാജാവ് കണ്ട സ്വപ്നമാണ്. 44-45 വാക്യങ്ങളിൽ അതിന്റെ വ്യാഖ്യാനമാണ്. അതുകൊണ്ട് ആ വ്യാഖ്യാനം മാത്രമേ വായിക്കുന്നുള്ളൂ. ഇനി വായിച്ചോ 44-45. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. സ്തോത്രം. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 5 വർഷത്തെയാണ് ഭരണം. മറ്റു കുഴപ്പമൊന്നും ഇല്ലാതെ പോയാൽ, അങ്ങേയറ്റം പോയാൽ 5 വർഷം. ഇനിയും അവര് തന്നെ വീണ്ടും കയറിയാലും ഇലക്ഷൻ കൂടിയേ തീരൂ. മന്ത്രിമാര് മാറും. ചിലപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒക്കെ മാറിയെന്നിരിക്കും. അങ്ങനെ ഒന്നുമുള്ള മാറ്റങ്ങളില്ലാതെ നിത്യഭരണം നമ്മുടെ ദൈവം യേശുക്രിസ്തുവിലൂടെ ഭൂമിയിൽ സ്ഥാപിക്കുന്ന കാര്യമാണ് നെബൂഖദ്നേസർ രാജാവിന് ദൈവം സ്വപ്നത്തിലൂടെ അറിയിച്ചത്. അതിനെയാണ് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് എന്ന് കാണുന്നത്. ഒരു മനുഷ്യന്റെയും പ്രേരണയോ പ്രവൃത്തിയോ കൂടാതെ യേശുക്രിസ്തു തൻ്റെ നിത്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതാണ് ദാനിയേൽ 2 നമ്മൾ കാണുന്നത്. അതിൻ്റെ അക്ഷരീയമായ നിവൃത്തിയാണ് വെളിപ്പാട് 19-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ 6-ാം വാക്യത്തിന്റെ അവസാനത്തിൽ വായിച്ചത്. ഹല്ലേലൂയ ഘോഷത്തോടുകൂടെ. അതിന്റെ ഒരു ഭാഗമാണ് നാം 7-ാം കാഹളനാദത്തിന്റെ സമയത്തും കാണുന്നത്. വെളിപ്പാട് 11-ന്റെ
5-ൽ 8-6 മുതൽ 11-15 വരെ, 5 അല്ല 15 വരെ. എന്നാൽ ആ സംഭവങ്ങളൊന്നും എപ്പോൾ നടക്കുന്നില്ല? യേശുക്രിസ്തു ലോകരാജ്യത്വം ഏറ്റെടുക്കുന്ന ആ അധികാര കൈമാറ്റം 1 കൊരിന്ത്യർ 15-ലെ കാഹളനാദത്തിങ്കലാകട്ടെ, 1 തെസലോനിക്കർ 4-16-ലെ കാഹളനാദത്തിങ്കലാകട്ടെ സംഭവിക്കുന്നില്ല. ഇവിടെ ഒരു ചോദ്യവും കൂടെ പ്രസക്തമാണ്, അതിപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. കുഞ്ഞാടിന്റെ കല്യാണം എപ്പോൾ? കുഞ്ഞാടിന്റെ കല്യാണം എപ്പോൾ? ഇവിടെ വെളിപ്പാട് 19-ൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ക്രിസ്തുവിന്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അപ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം എപ്പോഴാണ്? അത് ഒരു ചിന്തയ്ക്ക് വേണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു വരുന്നു. ഉൽപ്രാവണ സമയത്താണോ, അതോ പ്രതിഫല വിഭജനങ്ങൾക്ക് ശേഷമാണോ? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്നതിന് ശേഷമാണോ? 1000 ആണ്ട് വാഴ്ചയിലാണോ? എപ്പോഴാ കുഞ്ഞാടിന്റെ കല്യാണം? അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടിട്ട് ഞാനിങ്ങ് വരിക. നമുക്കത് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഈ രാജ്യത്വം ഏറ്റെടുക്കുന്ന സംഭവം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. സ്തോത്രം. ബാക്കി 2 ഭാഗത്തും നാം ആ സംഭവം കാണുന്നില്ല. അടുത്തത് വെളിപ്പാട് 11-ന്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. 11:18 റെവലേഷൻ. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവും വന്നു. അവിടെയും എന്താ അവിടെ കാണുന്നത്? The wrath of God even on the dead. മരിച്ചവരുടെ മേൽ പോലും ദൈവത്തിന്റെ ക്രോധം പകരപ്പെടുന്നു. ഇപ്പൊ മരിച്ചവരുടെ മേൽ ദൈവക്രോധം പകരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യായവിധി, മരിച്ചവരെ ന്യായം വിധിക്കുക എന്നുള്ളതാ. മരിച്ചവരെ ന്യായം വിധിക്കുക. അത് ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഭരണത്തോടനുബന്ധിച്ചാണ് നടക്കുക. കർത്താവ് സഭയെ ചേർക്കുവാൻ വരുന്ന സമയത്ത് മരിച്ചവരുടെ മേൽ ന്യായവിധിയും ക്രോധവും ഒന്നും പകരുന്നില്ല. വിശുദ്ധന്മാർക്ക്, ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലങ്ങൾ കൊടുക്കുന്നു. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ ഇന്റൻഡഡ് റിസൾട്ട്? ഈ കാഹളനാദങ്ങളുടെ ഫലം എന്താണ്? ഈ കാഹളനാദങ്ങൾ ഉരുവാക്കുന്ന ഫലമെന്ത്? 1 കൊരിന്ത്യർ 15-ന്റെ 57-58 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മൾ യോഗം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് താങ്ക്സ് ഗിവിംഗ്.
സ്തോത്രം ചെയ്യുന്നു. വിക്ടറി, ജയം നൽകുന്ന ദൈവം. വിക്ടറി, ജയത്തിനായിട്ട് സ്തോത്രം. ഫെയ്ത്ത്ഫുൾനെസ് അൺടിൽ ദെൻ, വിശ്വസ്തയോടെ നിൽക്കുന്ന. അപ്പോൾ ആ കാഹളനാദത്തിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വിജയവും അതിന് നാം ദൈവത്തോട് പറയുന്ന സ്തോത്രവുമാണ്. 1 തെസലോനിക്കർ 4:18 വരുമ്പോൾ അവിടെയുള്ള റിസൾട്ട് എന്താണ്? ഈ കാഹളനാദത്തിന്റെ റിസൾട്ട് എന്താണ്? 2 കാര്യങ്ങളാ. എന്തൊക്കെയാ? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ആ കർത്താവിന്റെ കാഹളത്തോടുകൂടെ എന്താണ് സംഭവിക്കുന്നത്? തെസലോനിക്ക ലേഖനത്തിൽ എന്താ ഫലം ഉളവാകുന്നത്? നമുക്കത് ആശ്വാസകരമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള കൂട്ടിച്ചേർക്കലാണ്. വേർപിരിയാത്തതുപോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അതേസമയം വെളിപ്പാട് 11:14-17 വാക്യങ്ങളിൽ കാണുന്നത് എന്താണ്? വായിച്ചോ? 11:14-17. 14 രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞ് മൂന്നാമത്തെ കഷ്ടം വേഗം വരും. അതെ അതെ, എന്ന് പറഞ്ഞാൽ ഭൂമിമേൽ കഷ്ടം. വോ ഓൺ എർത്ത്, കഷ്ടം. അയ്യോ കഷ്ടമാണ് ഭൂമിക്ക്. അപ്പം ആ കാഹളങ്ങളുടെ ലക്ഷ്യം ഇങ്ങനെയുള്ള ന്യായവിധികളാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായും കൊരിന്ത്യ ലേഖനത്തിലെയും തെസലോനിക്ക ലേഖനത്തിലെയും കാഹളനാദങ്ങൾ ഏതാണ്ട് ഒരേ സംഗതി തന്നെയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. എന്നാൽ വെളിപ്പാട് 11 അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ എന്ത് മനസ്സിലാകുന്നു? അന്ത്യകാഹളവും ദൈവത്തിന്റെ കാഹളവും 7ാം കാഹളവും ഒന്നല്ല, 2ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് മഹാപീഡനത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ മഹാപീഡനം കഴിഞ്ഞ് സഭ എടുക്കപ്പെടുമെന്ന് വാദിക്കുന്നവരുടെ വാദത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഈ കാഹളങ്ങളെല്ലാം ഒന്നായിരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് അവർ പറയുന്നത് വിശ്വസിക്കേണ്ടി വന്നേനെ, ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നേനെ. എന്നാൽ ഈ കാഹളങ്ങൾ വ്യത്യസ്തമാണ്. അതിനുള്ള പ്രത്യേകിച്ചുള്ള സംഗതി എന്ന് പറയുന്നത്, ഈ കാഹളം പലതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പലതിനു വേണ്ടി അക്ഷരീയമായിട്ടൊരു കാഹളമുണ്ട്, ഒരക്ഷരീയ കാഹളമുണ്ട്. അത് നമുക്ക് പലയിടങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലുണ്ട് അടിപ്പുപണിയായിട്ടുണ്ടാക്കേണ്ട കാഹളം, പിച്ചള കൊണ്ടുള്ളത്. പിന്നെ കോലാട്ടുകൊറ്റന്റെ അല്ലെങ്കിൽ ആട്ടുകൊറ്റന്റെ ഒക്കെ കൊമ്പ് കൊണ്ടുള്ള കാഹളം. ഇങ്ങനെ പല കാഹളങ്ങളുണ്ട്. അക്ഷരീയമായ കാഹളങ്ങളെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും.
ആ കാഹളങ്ങൾ ഊതുമായിരുന്നതും അതിന്റെ ഉദ്ദേശ്യങ്ങളും ഒക്കെ നമുക്കറിയാം. അതുപോലെ 1 കൊരിന്ത്യർ 14:8 വാക്യത്തിലും നാം കാണുന്നത് ഒരു നാച്ചുറൽ ഇൻസ്ട്രുമെന്റ് എന്ന നിലയിലാണ്, ഒരു സാധാരണ ഉപകരണം ആയിട്ട് അക്ഷരീയമായിട്ടുള്ള കാഹളത്തെയാണ് 1 കൊരിന്ത്യർ 14:8 നാം കാണുന്നത്. ഓക്കെ, പിന്നീട് നാം കാണുന്നത് ദൈവത്തിന്റെ വിശേഷമായ ഇടപെടലുമായി ബന്ധപ്പെട്ട് കാഹളത്തെ കാണാം. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തെളിവിന്, ദൈവത്തിന്റെ ഇടപെടലുകൾ, സൂപ്പർ നാച്ചുറൽ അക്കംപനിമെന്റ്സ് ഓഫ് ഡിവൈൻ interpositions. So the trumpet is used to denote the supernatural accompaniment of divine interpositions. ദൈവത്തിന്റെ അസാധാരണമായ, അമാനുഷികമായ, പ്രകൃത്യാതീതമായ ഇടപെടലുകളെ കാണിക്കുന്നതിന് കാഹളം എന്ന ഉപയോഗം അല്ലെങ്കിൽ പ്രയോഗം ബൈബിളിലുണ്ട്. തെളിവ്, സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? കാഹളനാദം. കാഹളനാദം. അത് നാം എബ്രായ ലേഖനം 12:19 കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 3 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുക. അതിനെ അപ്പോസ്തലൻ എബ്രായർ 12:19 എടുത്തെഴുതിയിരിക്കുന്നു. അവിടെ അക്ഷരീയമായ കാഹളമാണോ? അങ്ങനെ ഒരു ഉപകരണം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇല്ല. ഇസ്രായേൽ മക്കൾക്ക് അക്ഷരീയമായ ഒരു ഉപകരണമായി ലോഹം കൊണ്ടും മൃഗത്തിന്റെ കൊമ്പുകൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ കാഹളങ്ങൾ നൽകപ്പെട്ടിരുന്നെങ്കിലും സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ ഊതിയ കാഹളം അക്ഷരീയമായ ഒരു ഉപകരണമല്ല. അതുപോലെ രണ്ടാമത് നാം കാണുന്നത് മത്തായി 24:31 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ദൂതന്മാർ കാഹളം ഊതുന്നു. അക്ഷരീയമായ കാഹളം അല്ല. ദൈവത്തിന് അങ്ങനത്തെ ഒരു ഉപകരണത്തിന്റെ ആവശ്യം ഇല്ല. ഇവൻ യേശുക്രിസ്തുവിന്റെ ശബ്ദം പോലും യോഹന്നാൻ പത്മോസിൽ എങ്ങനെയാ കേട്ടത്? എങ്ങനെയുള്ള നാദമായിട്ടാ? മഹാകാഹളനാദത്തിന്. കാഹളനാദം പോലെ എന്നോട് സംസാരിക്കുന്ന. സ്തോത്രം. അവിടെ ഒന്നും അക്ഷരീയമായ ഒരു ഉപകരണം ഇല്ല, ഒരു സാമഗ്രി അവിടെ ഇല്ല. മൂന്നാമതൊന്നുണ്ട്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് 8 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങളിൽ. അതും നമ്മോട് കാഹളനാദം എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും അക്ഷരീയമായ ഒന്നിന്റെ ആവശ്യം അവിടെയില്ല. വെളിപ്പാട് 1:10 4:1 യോഹന്നാനെ ഉണ്ടിയതും വിളിച്ചതുമായ കാഹളനാദം അതും അക്ഷരീയം ആയിരുന്നില്ല. ഈ കൊരിന്ത് ലേഖനത്തിലും തെസലോനിക്ക ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിച്ച കാഹളനാദവും മരിച്ചവരെ ഉയർപ്പിക്കാനും ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താനും ഒക്കെയുള്ള കാഹളനാദവും അക്ഷരീയമായ ഒരു ഉപകരണത്തിന്റെ ഊത്തൊന്നും അല്ല.
അല്ലെങ്കിൽ പിന്നെ ദൈവം അവിടെ പലതരം കാഹളങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മുമ്പേ പറഞ്ഞതുപോലെ ദൈവം ഇങ്ങനെ അതൊക്കെ പിടിച്ചോണ്ട് ഊതുകയാ, ശ്വാസമൊക്കെ പിടിച്ച്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. അപ്പോൾ ഈ നിലകളിൽ നാം കാണുന്നത് കാഹളനാദത്തിന്റെ ഉപയോഗമാണ്. എന്നാൽ ഈ പറയപ്പെട്ട കാഹളനാദങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാം ഒന്നല്ല. പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അന്ത്യകാഹളം എന്ന് 1 കൊരിന്ത്യർ 15:52 പറഞ്ഞിരിക്കുന്നതാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി എനിക്ക് തോന്നുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് പേര് എസ്കാറ്റോസ് എന്നൊരു പദമാണ്. എസ്കാറ്റോസ്. ആ എസ്കാറ്റോസിന്റെ അർത്ഥം ഗ്രീക്കുകാർക്ക് നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. ആ എസ്കാറ്റോസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ, ലാസ്റ്റ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം വരുമ്പോൾ രണ്ട് സാധ്യതകൾ അതിനുണ്ട്. ഈതർ in connection with a sequence or just a final. ഈ എസ്കാറ്റോസ് അല്ലെങ്കിൽ ഫൈനൽ എന്നോ അന്തിമമെന്നോ പറയുന്നതിന് എല്ലായ്പ്പോഴും ഒരു ക്രമത്തിന്റെ അവസാനത്തിലുള്ളത് എന്ന് വേണമെന്നില്ല. 1, 2, 3 എന്ന് എണ്ണി വരുന്ന സമയത്ത് അതിൻ്റെ ഒടുവിൽ ഉള്ളത് എന്ന ഒരർത്ഥം അവിടെ വേണം എന്നില്ല. ആ ഭാഗത്തേക്ക് അല്പ സമയം ഒരുപക്ഷെ എടുക്കേണ്ടി വന്നേക്കാം എന്നതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ എനിക്ക് അടുത്ത ഒരു യാത്രയ്ക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ഇതിന്റെ തുടർച്ച അടുത്ത ദിവസം ആകാം, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ. ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഈ പറയപ്പെട്ട കാഹളങ്ങൾ എല്ലാം ഒന്നല്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവ് സഭയെ ചേർക്കുന്നതിന് വേണ്ടി ഉള്ളത് 7ാം കാഹളനാദത്തിങ്കലാകണം എന്നില്ല. അതിനെയല്ല അന്തിമ കാഹളം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും നമ്മുടെ കർത്താവ് ഏതു സമയത്തും വരാം എന്ന് ക്രിസ്തു തന്നെ നമ്മെ പഠിപ്പിച്ച ഉപദേശമനുസരിച്ച് നമുക്ക് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി നമ്മുടെ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം. നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, അതിൽ നാമും കർത്താവിനോടൊപ്പം അവനോട് സമന്മാരായി നിത്യകാലം വാഴേണ്ടതിന് ഏറിയ പ്രത്യാശയോടെ നമ്മുടെ ദുഃഖങ്ങളെ മറന്ന്, നമ്മുടെ വേദനകളെ മറന്ന്, കഷ്ടതകളെ മറന്ന്, ഉപദ്രവങ്ങളെ ഗണ്യമാക്കാതെ കർത്താവിനായി സമർപ്പിച്ച് കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.